ഹലോ, അപ്പോൾ നമുക്കിന്ന് മല്ലിയാണ് കേട്ടോ. നമ്മൾ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് കഴുകുമ്പോൾ ഇതിന് എത്രമാത്രം ചളി പോകേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് കൊട്ടാം. ഇത് നമ്മളിവിടെ നേരത്തെ മല്ലി ഒരു പാത്രത്തിൽ കൊട്ടി വെച്ചതാണ്. അപ്പോൾ ഇതും കൂടി അതിലേക്ക് കൊട്ടാം. നമ്മളിവിടെ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും അങ്ങനെ വാങ്ങി ഉപയോഗിക്കാറില്ല കേട്ടോ. എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. മുളകും മല്ലിയൊക്കെ നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ സപ്ലൈകോയിലോ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നോ കഴുകി വൃത്തിയാക്കി ചേറി പെറുക്കി ഉണക്കിയിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ നന്നായി കഴുകണം കേട്ടോ. അതിന് നല്ല ചളിയൊക്കെ ഉണ്ടാകും. അപ്പോൾ നന്നായി കഴുകണം. 2 പ്രാവശ്യം മല്ലി കഴുകണം. അവർ അവിടെയും ഇവിടെയൊക്കെ ഇട്ടല്ലേ പേക്ക് ചെയ്ത് വരിക. അതുകൊണ്ട് കഴുകി ഉണക്കി പൊടിച്ച മുളകിനും മല്ലിക്കൊക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. മായം കലർത്താതെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഇവിടെ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ അതുപോലെയാണ് ചെയ്യാറെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ മല്ലി കഴുകിയതിൻ്റെ ചളിയാണ് കേട്ടോ ഞാനിങ്ങനെ ഇളക്കി കാണിച്ചു തരുന്നത്. നല്ല ചളിയുണ്ട് കേട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകിയാലേ നമ്മുടെ മല്ലിയിട്ട് ചളികളൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇത് കറയാണോ ചളിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും ചളിയാണ് കേട്ടോ. നമുക്കിനി ഈ പാത്രത്തിലോട്ട് ഈ മല്ലി വാരിയിടാം കേട്ടോ. അയ്യോ, എനിക്കൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടാ. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ഷോർട്സും വീഡിയോസും ലൈവൊന്നും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ നേരം കൈ കൊണ്ട് വാരുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു അരിപ്പ് എടുത്തിട്ട് വരാം കേട്ടോ. ഇത് വെച്ച് വാരിയെടുക്കാം. നമുക്ക് അല്ലെങ്കിലും വൈകിട്ടാണ് കേട്ടോ ഓരോ ബുദ്ധികൾ വരിക. ഈ ബുദ്ധി എനിക്ക് നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിലില്ലേ, നേരത്തെ വാരി കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി കുറവാണെന്ന് എനിക്കറിയാം. ഇപ്പം ഞങ്ങൾക്കും കൂടി മനസ്സിലായില്ലേ. ഇത്രയും വലിയ ബുദ്ധി എനിക്ക് പഠിക്കണ കാലത്തുണ്ടായി. ഞാനിപ്പോൾ അവിടെ എത്തിയനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ നമ്മുടെ മല്ലി വാരി കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ചളി കണ്ടിട്ട് ഞാൻ നെട്ടിപ്പോയി. നമ്മൾ എല്ലാ പ്രാവശ്യവും മല്ലി വാങ്ങിച്ച് കഴുകുമ്പോൾ ഇത്ര ചളി വരാറില്ല. ഇത് ഇപ്രാവശ്യത്തെ മല്ലിയിൽ ഒരുപാട് ചളി. അപ്പോൾ നമ്മുടെ ചളി വെള്ളം എന്താ നിങ്ങളെല്ലാവരും കണ്ടില്ലേ. ഇത് കറയാണോ ചളിയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. മല്ലിക്ക് കറയുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മല്ലി കഴുകിയതിൻ്റെ വെള്ളമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മല്ലി 2 പ്രാവശ്യം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മല്ലി കഴുകിയ വെള്ളം ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉണക്കാനിടാം കേട്ടോ. അപ്പോൾ നമ്മളൊരു തുണി വിരിച്ചിട്ടാണ് ഉണക്കാനിടുന്നത്. എന്നാലും നമ്മുടെ മല്ലി വേഗം വെള്ളമൊക്കെ വിടിഞ്ഞ് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ മുളക് ഞാൻ ഇപ്പുറത്ത് കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. കൈയൊക്കെ എരിയാൻ തുടങ്ങിയിട്ട് മുളക് കഴുകി ഉണക്കാനിട്ടിട്ട്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്നും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വേറൊരു ചാനലുണ്ടായിരുന്നു, അച്ചിക്കുട്ടിയുടെ കുട്ടിക്കുറുമ്പുകൾ. ആ ചാനൽ ഇന്നേക്ക് 5 ദിവസമായി എന്നെ വിട്ട് പോയിട്ട്. അപ്പോൾ നമ്മുടെ മുളക് മല്ലിയൊക്കെ ഇവിടെ ഞാൻ കഴുകി ഉണക്കാനിട്ടിട്ടുണ്ട്. അപ്പം ഇത് 2 ദിവസം ഉണക്കണം. എന്നാലേ നമുക്ക് പൊടിച്ചിട്ട് വന്ന് കേടുകൂടാതെ ഇരിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണക്കാനിടും. അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് പിറ്റത്തെ ദിവസം നന്നായി ഉണക്കി ആറിയ ശേഷം നമ്മൾ കാറ്റ് കിടക്കാത്ത പാത്രത്തിലിട്ട് വെച്ചാൽ കേടുകൂടാതെ 1 വർഷം വരെ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.